സൊല്യൂഷൻസ് തുടരുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഓസ്മോസിസ് ആൻഡ് ഓസ്മോട്ടിക് പ്രഷർ, പിന്നെ അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ്. ഓക്കെ, ഈ ക്ലാസ്സിൽ പഠിക്കുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് സൊല്യൂഷൻസ് ഓൺ ദ ബേസിസ് ഓഫ് ഓസ്മോട്ടിക് പ്രഷർ. ഓസ്മോട്ടിക് പ്രഷറിന്റെ അടിസ്ഥാനത്തിലുള്ള സൊല്യൂഷൻസിന്റെ വർഗീകരണം, ക്ലാസിഫിക്കേഷൻ. ഓക്കെ, based on osmotic pressure, solutions are classified into three: isotonic solution, hypertonic solution and hypotonic solutions. Based on osmotic pressure, solutions are classified into three: isotonic solution, hypertonic solution and hypotonic solution. Okay, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് ഐസോട്ടോണിക് സൊല്യൂഷൻ, എന്താണ് ഹൈപ്പർട്ടോണിക് സൊല്യൂഷൻ, എന്താണ് ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ. ഓക്കെ, ഇവിടെ രണ്ട് കമ്പാർട്ട്മെന്റ്സ് കാണുന്നുണ്ട്. ഈ രണ്ട് കമ്പാർട്ട്മെന്റ്സിനെ ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ വെച്ച് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നു. ഉണ്ടോ? ഇനി ഇതിലെ ലെവലും നമുക്ക് ഒരുപോലെയാണ് കാണപ്പെടുന്നത്. കാരണം ഇതിനും ഒരേ ഓസ്മോട്ടിക് പ്രഷറാണ്. ഈ സൊല്യൂഷനും ഒരേ ഓസ്മോട്ടിക് പ്രഷർ ആയതുകൊണ്ടാണ് രണ്ടിന്റെയും ലെവൽ ഒരുപോലെ നിൽക്കുന്നത്. ഏതെങ്കിലും ഒരെണ്ണത്തിന് ഓസ്മോട്ടിക് പ്രഷറിൽ വ്യത്യാസമുണ്ടെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒന്ന് കൂടിയിട്ടോ അല്ലെങ്കിൽ കുറഞ്ഞിട്ടോ ഇരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ അങ്ങനെ കാണുന്നില്ല എന്ന് പറഞ്ഞാൽ ഇതില് എന്താണ്, ഓസ്മോസിസ് നടക്കുന്നില്ല. കാരണം ഇത് രണ്ടും എന്താണ്, ഇതിലും ഉള്ളത് ഐസോട്ടോണിക് സൊല്യൂഷൻ ആണ്. ഓക്കെ, ഐസോട്ടോണിക് സൊല്യൂഷൻ ആണെങ്കിൽ ഓസ്മോസിസ് നടക്കില്ല. സോ വാട്ട് ഈസ് ഐസോട്ടോണിക് സൊല്യൂഷൻ? അതാണ് പറയാൻ പോകുന്നത്. ടു സൊല്യൂഷൻസ് പൊസസിങ് സെയിം ഓസ്മോട്ടിക് പ്രഷർ അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ ആർ കോൾഡ് ഐസോട്ടോണിക് സൊല്യൂഷൻ. ഈ രണ്ട് സൊല്യൂഷനും ഒരേ ഓസ്മോട്ടിക് പ്രഷറാണ്. ഒരു പ്രത്യേക ടെമ്പറേച്ചറിൽ ഒരേ ഓസ്മോട്ടിക് പ്രഷർ ആണെങ്കിൽ അതിന് പറയുന്നവരാണ് ഐസോട്ടോണിക് സൊല്യൂഷൻ. ഇങ്ങനെയുള്ള കേസിൽ നോ ഓസ്മോസിസ് ഒക്കേഴ്സ് വെൻ സെപ്പറേറ്റഡ് ത്രൂ എ സെമി പെർമിയബിൾ മെംബ്രെയിൻ. ഇങ്ങനെയുള്ള സൊല്യൂഷന്, അതായത് ഒരേ ഓസ്മോട്ടിക് പ്രഷറുള്ള സൊല്യൂഷനെ സെമി പെർമിയബിൾ മെംബ്രെയിൻ വെച്ച് സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നോ ഓസ്മോസിസ് നടക്കില്ല. ഓസ്മോസിസ് എന്ന് പറഞ്ഞാൽ സോൾവെന്റ് ലോവർ കോൺസെൻട്രേഷൻ ടു ഹയർ കോൺസെൻട്രേഷൻ മൂവ് ചെയ്യണം. ഓക്കെ, ഇതിലങ്ങനെ സംഭവിക്കുന്നില്ല. ഓക്കെ, കാരണം എന്താണ്, ഇതിന്റെ രണ്ടിന്റെയും ഓസ്മോട്ടിക് പ്രഷർ ഈക്വൽ ആണ്, തുല്യമാണ്. ഓക്കെ, ഇങ്ങനെയുള്ള കേസിൽ വാട്ടർ ഉള്ളിലേക്കും വരുന്ന അതേപോലെ തന്നെയാണ് പുറത്തേക്ക് പോകുന്നതും. വാട്ടർ എത്രമാത്രം ഉള്ളിലേക്ക് വരുന്നു അത്രമാത്രം തന്നെ പുറത്തേക്ക് പോകുന്നു. കാരണം എന്താണ്, ഇത് ഏത് സൊല്യൂഷനാണ്, ഐസോട്ടോണിക് സൊല്യൂഷനാണ്. സൊല്യൂഷൻസ് ഹാവിംഗ് സെയിം ഓസ്മോട്ടിക് പ്രഷർ. ഓക്കെ, അതിന് എക്സാമ്പിൾ ആണ് ബ്ലഡ് ഈസ് ഐസോട്ടോണിക്. ബ്ലഡ് മാത്രം പറഞ്ഞ പോലെ ബ്ലഡ് ഈസ് ഐസോട്ടോണിക് വിത്ത് 0.9% NaCl സൊല്യൂഷൻ. മനുഷ്യരക്തം അത് 0.9% ഉപ്പുവെള്ളം NaCl സൊല്യൂഷനുമായിട്ട് ഐസോട്ടോണിക് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് പെട്ടെന്ന് പ്രഷർ വേരിയേഷൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ഉപ്പുവെള്ളം കയറ്റാറുണ്ട്, സലൈൻ വാട്ടർ. അതാണ് ഈ കോൺസെൻട്രേഷൻ ആണ്, 0.9% NaCl സൊല്യൂഷനാണ്. ഓക്കെ, കാരണം എന്താണ്, ബ്ലഡ് ഈസ് ഐസോട്ടോണിക് വിത്ത് 0.9% NaCl സൊല്യൂഷൻ. ഈ 0.9% NaCl സൊല്യൂഷനെ നോർമൽ സലൈൻ സൊല്യൂഷൻ എന്ന് പറയും. നോർമൽ സലൈൻ സൊല്യൂഷൻ. ഓക്കെ, എന്ന് പറഞ്ഞാൽ ബ്ലഡും രക്തവും 0.9% NaCl സൊല്യൂഷനും ഐസോട്ടോണിക് ആണ്. ഇങ്ങനെയാണെങ്കിൽ ബ്ലഡ് സെൽസിൽ എന്ത് നടക്കില്ല, ഓസ്മോസിസ് നടക്കില്ല. ഓക്കെ, ഇതാണെങ്കിൽ, അതായത് ഈ ബ്ലഡ് സെൽസ് നമ്മൾ 0.9% NaCl സൊല്യൂഷനിൽ വെച്ച് കഴിഞ്ഞാൽ നോ ഓസ്മോസിസ് നടക്കില്ല. ഓക്കെ, ഇനി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. ഈ കേസിൽ, അതായത് ബ്ലഡ് ഈസ് പ്ലേസ്ഡ് ഇൻ 0.9% സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ, അതായത് നോർമൽ സലൈൻ സൊല്യൂഷൻ. ഈ ചിത്രത്തിൽ കാണുന്നതാണ് നോർമൽ സലൈൻ സൊല്യൂഷനിൽ, അതായത് സാധാരണ ഉപ്പുവെള്ളം എന്നല്ല, 0.9% സോഡിയം ക്ലോറൈഡ് സൊല്യൂഷനിൽ ബ്ലഡ് സെൽസ് വെച്ചതാണ് ഈ കാണുന്നത്. അപ്പൊ ഈ ചിത്രത്തിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇവിടെ ഒരു വാട്ടർ മോളിക്യൂള് പുറത്തേക്ക് വരുന്നു, ഇതും ഒരു വാട്ടർ മോളിക്യൂൾ പുറത്തേക്ക്, അല്ലേ? ഒപ്പം ഒരു വാട്ടർ ഇങ്ങോട്ട് വരുന്നതാ രണ്ട്, അതായത് 2 വാട്ടർ പുറത്തേക്ക് പോകുന്നു, 2 വാട്ടർ ഉള്ളിലേക്ക് വരുന്നു. എന്ന് പറഞ്ഞാൽ ഉള്ളിലേക്കും പുറത്തേക്കും വരുന്ന വാട്ടറിന്റെ എമൗണ്ട് തുല്യമാണ്. ഓക്കെ, അതുകൊണ്ട് അവിടെ എന്ത് സംഭവിക്കില്ല, ഇത് സ്വെല്ല് ചെയ്യൂല, ഒന്നും സംഭവിക്കില്ല. ഷ്രിങ്ക് ചെയ്യൂല, സ്വെല്ല് ചെയ്യൂല, അതായത് ചുങ്ങുകയും ഇല്ല, വീർക്കുകയും ഇല്ല. ഓക്കെ, കാരണം 0.9% NaCl സൊല്യൂഷൻ ഈസ് ഐസോട്ടോണിക് വിത്ത് ഹ്യൂമൻ ബ്ലഡ്. ഓക്കെ, എന്നാൽ നമ്മുടെ ബ്ലഡ് സെൽസ് നമ്മൾ ഹൈപ്പർട്ടോണിക് സൊല്യൂഷനിൽ വെച്ചാൽ, ബ്ലഡ് സെൽസ് ഹൈപ്പർട്ടോണിക് സൊല്യൂഷനിൽ വെച്ച് കഴിഞ്ഞാൽ, എന്താണ് ഹൈപ്പർട്ടോണിക് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ,
രണ്ടെണ്ണത്തിന് രണ്ട് സൊല്യൂഷൻ അതിന് ഒന്നിനേക്കാൾ ഓസ്മോട്ടിക് പ്രഷർ മറ്റതിന് കൂടുതലാണെങ്കിൽ ഏതിനാണോ കൂടുതലുള്ളത് അതിന് നമുക്ക് ഹൈപ്പർടോണിക് സൊല്യൂഷൻ എന്ന് പറയാം, കുറവുള്ളതിന് ഹൈപ്പോടോണിക് സൊല്യൂഷൻ എന്നും പറയാം. ഓക്കെ, അപ്പൊ നമ്മുടെ ബ്ലഡ് സെൽസ് ഹൈപ്പർടോണിക് സൊല്യൂഷനിൽ വെക്കുകയാണ്. അതായത് ബ്ലഡ് സെൽസ് ഐസോടോണിക് വിത്ത് 0.9% എന്ന് പറഞ്ഞു അല്ലെ, അതിനേക്കാൾ കോൺസെൻട്രേഷൻ കൂടുതലാണെങ്കിൽ അത് ഹൈപ്പർടോണിക് സൊല്യൂഷൻ ആണ്. അതായത് മോർ ദാൻ 0.9% NaCl സൊല്യൂഷൻ ഈസ് ഓക്കെ. അതായത് ബ്ലഡും മോർ ദാൻ 0.9% NaCl സൊല്യൂഷനും കോണ്ടാക്ട് വന്നു കഴിഞ്ഞാൽ ആ ഉപ്പുവെള്ളമാണ് അവിടെ എന്ത് ഹൈപ്പർടോണിക് സൊല്യൂഷൻ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അപ്പൊ ബ്ലഡിൽ എന്ത് കുറവാണ്? കോൺസെൻട്രേഷൻ കുറവ്. പുറമെ എന്ത് കൂടുതലാണ്? കോൺസെൻട്രേഷൻ കൂടുതൽ. അപ്പൊ എന്താ സംഭവിക്കുക? ബ്ലഡ് സെൽസിൽ നിന്ന് വാട്ടർ എവിടേക്ക് മൂവ് ചെയ്യുന്നു? ബ്ലഡ് സെൽസിൽ നിന്ന് വാട്ടർ സലൈൻ വാട്ടറിലേക്ക് മൂവ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ബ്ലഡ് സെൽസിൽ എന്ത് സംഭവിക്കും? അത് ഷ്രിങ്ക് ചെയ്യും, ചുങ്ങുന്നു. ഓക്കെ, അവസാനം അത് ചുങ്ങിച്ചിട്ട് അത് ഡൈ ആവാൻ നശിച്ചു പോകാനും സാധ്യതയുണ്ട്. ഈ ചിത്രം നിങ്ങൾ നോക്കി നോക്കൂ. ഇതാണ് ബ്ലഡ് സെൽസ് എന്ന് കാണുന്നത്. ബ്ലഡ് സെൽസ് ഇതിൽ നിന്ന് നോക്കൂ, വാട്ടർ പുറത്തേക്ക് പോകുന്നതിന്റെ എമൗണ്ട് കൂടുതൽ കണ്ടില്ലേ? ഇതൊക്കെ പുറത്തേക്കാണ്. അപ്പൊ ഈ സെല്ലിൽ നിന്ന് വാട്ടർ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ, അതായത് സോൾവെന്റ് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇത് ചുങ്ങാണ് ചെയ്യുക. ഓക്കെ, ഇനി നമ്മുടെ ബ്ലഡ് സെൽസ് നമ്മൾ ഹൈപ്പോടോണിക് സൊല്യൂഷനിൽ വെച്ചെന്ന് കരുതുക. എന്താണ് ഹൈപ്പോടോണിക് സൊല്യൂഷൻ? ഓസ്മോട്ടിക് പ്രഷർ കുറവുള്ളത്. ഇത് നമ്മൾ 0.9% NaCl സൊല്യൂഷനേക്കാൾ കുറവാണെങ്കിൽ, ആ 0.9% NaCl എന്താണ്? ഹൈപ്പോടോണിക് സൊല്യൂഷനാണ്. അതിൽ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എവിടെയാണ് കോൺസെൻട്രേഷൻ കുറവ്? ഈ 0.9% NaCl കോൺസെൻട്രേഷൻ കുറവ്, കാരണം ലെസ് ദാൻ ആണ് ഇവിടെ അല്ലെ. അവിടെ കോൺസെൻട്രേഷൻ കുറവായതുകൊണ്ട് കോൺസെൻട്രേഷൻ കുറഞ്ഞ സ്ഥലത്ത് നിന്ന് ലോവർ കോൺസെൻട്രേഷൻ ഉള്ള ഭാഗത്തു നിന്ന് സോൾവെന്റ് ഹയർ കോൺസെൻട്രേഷൻ ഉള്ള ബ്ലഡ് സെൽസിന്റെ ഉള്ളിലേക്ക് വരും. ഓക്കെ, അങ്ങനെ ബ്ലഡ് സെൽസ് ഇങ്ങനെ ചേർത്ത് വരും. അത് സ്വെല്ല് ചെയ്ത് അവസാനം അത് പൊട്ടാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഫ്ലോ ഓഫ് വാട്ടർ ഇൻ ടു ദ സെൽ കോസിംഗ് ദ സെൽ ടു സ്വെൽ ആൻഡ് പെർഹാപ്സ് ടു ബേസ്റ്റ്. അത് വീർത്ത് അവസാനം ബേസ്റ്റ് പൊട്ടാൻ കാരണമാകുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ 3 ടൈപ്പ് സൊല്യൂഷൻസ് പറഞ്ഞു. ഏതൊക്കെയാണ് പറഞ്ഞത്? ഐസോടോണിക് സൊല്യൂഷൻ, ഹൈപ്പർടോണിക് സൊല്യൂഷൻ ആൻഡ് ഹൈപ്പോടോണിക് സൊല്യൂഷൻ. നോക്കൂ, ബ്ലഡ് സെൽസ് ഇങ്ങനെ ചേർത്ത് വന്നതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതിനെ ബേസ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഇനി ഒന്ന് കൺക്ലൂഡ് ചെയ്യാണ്. ഐസോടോണിക് സൊല്യൂഷൻ, സൊല്യൂഷൻസ് വിച്ച് ഹാവ് സെയിം ഓസ്മോട്ടിക് പ്രഷർ ഈസ് കോൾഡ് ഐസോടോണിക് സൊല്യൂഷൻസ്. ഓക്കെ, എക്സാമ്പിൾ 0.9% NaCl സൊല്യൂഷൻ ഈസ് ഐസോടോണിക് വിത്ത് ഹ്യൂമൻ ബ്ലഡ്. മനുഷ്യരക്തവുമായിട്ട് 0.9% NaCl സൊല്യൂഷൻ ഐസോടോണിക് ആണ്. അതുകൊണ്ട് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഇൻട്രാവെനസ് ഇഞ്ചക്ഷൻസ്. നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലേക്കുള്ള ഇഞ്ചക്ഷൻസിന് വേണ്ടിയിട്ട് 0.9% NaCl സൊല്യൂഷനാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി എന്താണ് ഹൈപ്പോടോണിക് ആൻഡ് ഹൈപ്പർടോണിക് സൊല്യൂഷൻ? ഇപ്പൊ രണ്ട് സൊല്യൂഷനിൽ ഒരെണ്ണത്തിന് ഓസ്മോട്ടിക് പ്രഷർ കുറവാണെങ്കിൽ അതിനാണ് എന്ത് പറയുക? ഹൈപ്പോടോണിക് സൊല്യൂഷൻ. ഓക്കെ, ഒന്നിന് കൂടുതലാണെങ്കിൽ എന്ത് പറയും? അതിന് ഹൈപ്പർടോണിക് സൊല്യൂഷൻ. സൊല്യൂഷൻ വിച്ച് ഹാവ് ലെസ് ഓസ്മോട്ടിക് പ്രഷർ ദാൻ ദ അതർ ഈസ് കോൾഡ് ഹൈപ്പോടോണിക് സൊല്യൂഷൻ ആൻഡ് ദ സൊല്യൂഷൻ വിച്ച് ഹാവ് മോർ ഓസ്മോട്ടിക് പ്രഷർ ദാൻ ദ അതർ ഈസ് കോൾഡ് ഹൈപ്പർടോണിക് സൊല്യൂഷൻ. ഓക്കെ, ഇനി ഇതുമായി ബന്ധപ്പെട്ട പ്രോബ്ലമാണ്. A 1.78% solution of urea is isotonic with a 10% solution of cane sugar. അതായത് 1.78% solution of urea അത് ഐസോട്ടോണിക് ആണ്. ആരുമായിട്ട്? 10% സൊല്യൂഷൻ ഓഫ് കെയിൻ ഷുഗർ. 10% സൊല്യൂഷൻ കെയിൻ ഷുഗറുമായിട്ട് ഐസോട്ടോണിക് ആണ്. മോളിക്കുലാർ മാസ് ആരുടെ? കെയിൻ ഷുഗറിന്റെ മോളിക്കുലാർ മാസ് ബ്രാക്കറ്റ് തന്നിട്ടുണ്ട് 342. ഫൈൻഡ് ദ മോളിക്കുലാർ മാസ് ഓഫ് യൂറിയ. ഓക്കെ, നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതിൽ തന്ന ഡാറ്റാസ് എഴുതുക. ഇത് നമുക്ക് പെർസെൻറ്റേജ് ആണ് തന്നിട്ടുള്ളത് അല്ലേ? പെർസെൻറ്റേജ് നമുക്ക് ഗ്രാമിലാക്കി എഴുതാം. അപ്പോൾ മാസ് ഓഫ് യൂറിയ ഈക്വൽ ഗ്രാമിലേക്ക് മാറ്റുമ്പോൾ 1.78. ഓക്കെ, അതുപോലെ മാസ് ഓഫ് കെയിൻ ഷുഗർ ഈക്വൽ എത്ര? 10% ഗ്രാമിലേക്ക് മാറ്റുമ്പോൾ 10 ഗ്രാം. ഓക്കെ, മോളിക്കുലാർ മാസ് ഓഫ് കെയിൻ ഷുഗർ തന്നിട്ടുണ്ട് 342. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് നമ്മൾ കാണുക? നമുക്ക് തന്ന കാര്യങ്ങൾ നമ്മൾ എടുത്തെഴുതി. അതിനുശേഷം ഈ കാര്യം നമ്മൾ അറിയേണ്ടത്, ഇഫ് 2 solutions are isotonic, the number of moles of solute in the solutions are equal. 2 സൊല്യൂഷൻ ഐസോട്ടോണിക് ആണെങ്കിൽ അതിന്റെ നമ്പർ ഓഫ് മോൾസ് സെയിം ആയിരിക്കും. ഓക്കെ, അപ്പൊ രണ്ടിന്റെ നമ്പർ ഓഫ് മോൾസ് സെയിം ആണെങ്കിൽ മാത്രമേ രണ്ട് സൊല്യൂഷൻസിന് ഒരേ ഓസ്മോട്ടിക് പ്രഷർ വരുള്ളൂ. എന്ന് പറഞ്ഞാൽ N1 ഈക്വൽ ടു N2. N1 എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ സൊല്യൂഷന്റെ നമ്പർ ഓഫ് മോൾ
ഈക്വൽ ആയിരിക്കും രണ്ടാമത്തെ സൊല്യൂഷന്റെ നമ്പർ ഓഫ് മോഡ് ഐസോട്ടോണിക് ആണെങ്കിൽ. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? N1 എന്ന് പറഞ്ഞാൽ W1/M1, N2 എന്താണ്? W2/M2. Therefore W1/M1 equal W2/M2. ഇനി ഇതിൽ നമുക്ക് ഏതെങ്കിലും മൂന്നെണ്ണം അറിയാം, ഒന്നറിയില്ല എങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് തന്ന കാര്യങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ W1 തന്നിട്ടുണ്ട്, വെയിറ്റ് ഓഫ് യൂറിയ 1.78, അതിന്റെ മോളിക്കുലർ മാസ് തന്നിട്ടില്ല, അതാണ് കാണേണ്ടത്. ബൈ M1 അതുപോലെ എഴുതി. ഈക്വൽ W2 വെയിറ്റ് ഓഫ് കെയിൻ ഷുഗർ തന്നിട്ടുണ്ട് 10 ഗ്രാം, 10% തന്നിട്ടുണ്ട്, അത് നമ്മൾ ഗ്രാമിലേക്ക് മാറ്റുമ്പോൾ 10 ഗ്രാം. M2 മോളിക്കുലർ മാസ് ഓഫ് കെയിൻ ഷുഗർ 342. അപ്പൊ നമുക്ക് മൂന്നെണ്ണം കിട്ടി. അറിയാത്തത് ആര് മാത്രമേ ഉള്ളൂ? M1 മാത്രമേ അറിയാത്തുള്ളൂ. അപ്പൊ നമ്മൾ ഇങ്ങനെ വരുമ്പോൾ എന്താ ചെയ്യുക? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യൂല്ലേ? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ M1 ഇങ്ങോട്ട് വരും, ഇത് ഇങ്ങോട്ടും വരും. അപ്പൊ നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെ മാറും. ഓക്കെ, എങ്ങനെ വരിക? 1.78 into 342 ഈക്വൽ 10 into M1 എന്നല്ലേ വരിക. Therefore M1 equal 1.78 into 342 by 10 equal 60.9. That is the molecular mass of urea. Okay, thanks for watching.